ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്ന RPയിൽ നമുക്ക് TV വേഴ്സസ് PD ഒരു വമ്പൻ സിറ്റുവേഷൻ കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു സിനിമാറ്റിക് സിറ്റുവേഷൻ പോലെയാണ് നമുക്കത് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് എന്തായാലും ഡ്രീമറിൻ്റെയും സാവേജിൻ്റെയും ആ ഒരു POV ഒന്ന് കണ്ടു നോക്കാം. അലക്സ് ബ്രോ പറഞ്ഞോ. അല്ലല്ല ഞാനാ പറഞ്ഞോ. എന്തുറ്റി? ഞാനാണ് സാർ ട്രൈ ചെയ്യണേ. ഞാനാണ് ട്രൈ ചെയ്യണേ. മനോജ് എന്നാണ് സാറേ. ഞങ്ങളിവിടെ അപ്പുറത്ത് ഒരു പാലേച്ചുണ്ട്. ഓക്കെ കാണിക്കട്ടെ സാർ. ID കാർഡ് എടുത്തില്ലല്ലോ സാറേ. സാർ ID കാർഡ് എടുത്തില്ലല്ലോ സാർ. എന്താ ചെയ്യാ? ID കാർഡ് ഇല്ലെങ്കിൽ എങ്ങനെയാ പ്രൊസീജിയർ? എങ്ങനെയാണ്? ID കാർഡ് ഇല്ലെന്നാ പറയുന്നത്. സ്റ്റേഷനിലേക്ക് പോകും, വണ്ടി സ്റ്റേഷനിലോട്ട് പോകും. എന്താ സാറേ? ഓക്കെ. അപ്പൊ സിറ്റിയില് ID കാർഡ് ഇല്ലാത്ത എല്ലാവർക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യോ? അതെ. ഓക്കെ. വരാം സാർ. എത്ര പേടി ഉണ്ടോ സിറ്റിയില്? എല്ലാവരും വരാൻ പറ. എല്ലാരും വന്ന് ഞങ്ങൾ വണ്ടി സ്ലോ ആയിട്ട് എല്ലാരും വണ്ടി എടുക്കും. ഗണ്ണെടുത്തോ, വണ്ടി എടുത്തോ എല്ലാരും. ഇവിടെ പീടി എവിടെ? ഇഷ്ടം വണ്ടി നിറങ്ങണം. ഹലോ സാർ, സാറിന്റെ വർക്കുകൾ ഞാൻ വീൽ ക്ലാമ്പ് ചെയ്യുന്നുണ്ട്. ഹലോ, 4 പേരും വണ്ടി നിറങ്ങേണ്ടതാണ്. കേൾക്കുന്നുണ്ടോ? സാർ എന്തിനാണ് ഇപ്പൊ ഇത് ഈ സ്ക്വയർ ചെയ്തതും വീൽ ക്ലാമ്പ് എന്തിനാണ് ഒന്ന് പറഞ്ഞുതരോ? സാർ കുറെ നേരം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് വണ്ടി നിറങ്ങണമെന്ന്. എന്തിനാണ് സാറേ PD വരുന്ന ഒരാളെ വീൽ ക്ലാമ്പ് ചെയ്യാനും 10 PD ഇവിടെ വരാനും ഇത് സാർ റെസ്പോണ്ട് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ് സാർ. സാറിന്റെ പറഞ്ഞ മനസ്സിലാവൂലേ? വന്നോണ്ടിരുന്നല്ലേ സാർ? എന്താ ഇതിപ്പോ ചെയ്തതാണ് ചോദിക്കണേ? വന്നോണ്ടിരുന്നല്ലേ സാറേ? വന്നോണ്ടിരുന്നല്ലേ? എന്തിനാ ചെയ്തേ സാറേ? വന്നോണ്ടിരുന്നല്ലേ? ഇതെന്തിനാ ചെയ്തെന്ന് ഞാൻ ചോദിക്കണേ സാറേ. ഞാൻ റിപ്പീറ്റ് ചോദിക്കണതുകൊണ്ടാ. എന്തിന് ഇതിപ്പോ ചെയ്തതിന്റെ ആവശ്യം എന്താ സാറേ? വണ്ടി ഒന്ന് സ്ലോ ആക്കിയപ്പോ ഇത്രയും ചെയ്തതിന്റെ ആവശ്യം എന്താ? എനിക്ക് മനസ്സിലാവില്ല. ഒന്ന് പറഞ്ഞുതരാമോ സാറൊന്ന്? ഏത് 2-3 മിനിറ്റ്? 2-3 മിനിറ്റോ? ഞാനിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയപ്പോ ഒരാൾ വന്നിട്ട് കോർണറി വളയം വെക്ക് സാറേ. സിറ്റിയിൽ തെറ്റിയ ഒരാളിങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് സാറിന്? അല്ല എന്തിനാ സാറേ? സാർ ഉത്തരം പറ. ഉത്തരം പറഞ്ഞിട്ട് വണ്ടി എടുക്കുന്നുള്ളൂ. ഇല്ല സാറേ, സമ്മതിക്കില്ല സാർ. സാറില്ല ഇവിടെ നിന്ന് ബാക്കിയുള്ള സാർമാരാ ചെയ്തേ സാറേ. ബാക്കിയുള്ള സാർമാരാ ചെയ്തേ. അതെന്തിനാ ചോദിക്കണേ? ബാക്കിയുള്ള സാർമാരാ ചെയ്യിക്കണേ സാറേ. ID കാർഡ്സ് ഇല്ലാത്തതിന് പീടിലോട്ട് വരാൻ പറഞ്ഞു. പീടിലോട്ട് പൊക്കോണ്ടിരിക്കുക. അന്നേരം വന്ന് 4 സൈഡിൽ നിന്ന് വണ്ടി വളയേണ്ട കാര്യം എന്തുവാ? ഉറപ്പാ സാറേ? അത് വരും. പക്ഷെ എന്തിനാ ചെയ്തേ സാറേ? ശരിയല്ല. കൊള്ളാം സാറേ, കൊള്ളാം. നൈസ്. ഞാൻ വരാം. ഞാൻ പീടി വരാം. എന്റെ സാറേ എന്റെ വായിങ്ങനെ കേക്കരുത്. ഇത് മാറിന്നോ? എടാടാ ലൊക്കേഷൻ കൊടുത്തേ എല്ലാവർക്കും. പിള്ളേർക്കല്ലേ ലൊക്കേഷൻ കൊടുത്തേ. എടാടാ പെട്ടെന്ന് പിങ്ങിയ പെട്ടെന്ന് സമയമില്ല. എന്ത് പറിക്കാനാ ഇവിടെ? സാർ എന്താണ് ഇതൊക്കെ? ഇതൊക്കെ എന്താണ് കാണിക്കണേന്ന് ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല.
ഒരു അഡീഷണൽ വെഹിക്കിൾ നിങ്ങൾ ഞങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്തു. അതുകൊണ്ടാണ് അതിനെയാണ് പിറ്റ് ചെയ്തത്, നിങ്ങളല്ല. മനസ്സിലായില്ല സാറേ, മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് ഇറങ്ങാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. വണ്ടി ഇറങ്ങരുത്. What the fuck? Hands up! Hands up! Sir, hands up! Hands up! Hands up! Hands up! Hands up! സഹകരിക്കുന്നില്ല. എങ്ങനെ ആർപ്പി കളിക്കാനാ? ഇങ്ങനെ ആർപ്പി കളിക്കാനാ? സമ്മതിക്കൂല. കണ്ണെടുത്തേ അടക്കം. വാ 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 വാ. ഫുൾ ടോപ്പ് പോയിടാ. വൺ ഡൗൺ. അതാണ് ഇപ്പുറത്ത് ഞാന്. ഓക്കെ ഓവർ കമ്മിറ്റ് ചെയ്യല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്ത്. നമ്മൾ 4 പേര് എക്സ്ട്രാ ഉണ്ട്. എന്താടാ നിങ്ങൾ നിൽക്കുന്നത് പിന്നിട്ടടാ. ഇവിടെ ഡൗൺ ആണേ. ആ പിടി ഡൗൺ ആണേ. അത്രേ ഉള്ളൂ. നല്ലണ വരാൻ ഇതിവിടെ മോനെ എന്താടാ സ്നൈപ്പറാ ഇത്? ഏത് 6 അല്ലേ? 6 ചതിക്കില്ലേടാ ചങ്ങേ. അറിഞ്ഞു അല്ലാ നേരെ ചെന്ന് ഇടിച്ച ഹെൽമെറ്റ് കളഞ്ഞോളെ. ഗണ്ണെടുക്കാൻ പറ്റൂല. ഗണ്ണ് പറ്റൂലെന്ന്. ഞാൻ എടുത്തല്ലോ. വെൽക്കം ഹോം. അല്ലാ അല്ലാ അയ്യോ അല്ലാ എന്റെ ചങ്ങേ പണിക്കും പോടാ. ഇതാണ് എന്നെ അടിക്കുന്നത്. ബാലിനാണോ തെറിച്ചു പോയേ? ചന്ദ്ര 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 എടാ അടിച്ചിരുത്തി പിന്നെ ഞാൻ അറിഞ്ഞത് ചന്ദ്രനാണ്. ചന്ദ്രൻ മണ്ടക്കട കുഴപ്പമില്ല. ഇല്ലതോ നമുക്ക് സസ്പെൻഷൻ ആണല്ലേ ഇപ്പൊ ടെമ്പററി. നിങ്ങൾക്ക് സസ്പെൻഷൻ ആയതുകൊണ്ട് ഗ്യാങ് ചാറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ടെമ്പററി ആയിട്ടാണ് സസ്പെൻഷൻ ഇട്ടേക്കുന്നത്. പീഡിക്ക് സസ്പെൻഷൻ ഇല്ല. നിങ്ങൾ അല്ല ബ്രോ, എന്താണ് പീഡിക്ക് സസ്പെൻഷൻ ഇല്ലാത്ത എന്താണെന്നൊന്ന് പറയൂ. പീഡി ഇട്ടത് ഇപ്പം പുറത്ത് വീസിൽ സംസാരിച്ചിട്ട് എന്നുള്ള ആക്ഷൻ ഇപ്പൊ എടുത്തേക്കാം. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രോ. ഇവിടെ പീഡിക്ക് മാത്രം പീഡിയെ കാണുമ്പോ മറ്റേ കുനിഞ്ഞ് സാമാനം കാണിച്ചു നിക്കണം ഇവിടെ എല്ലാരും സിറ്റിസൺ. അല്ലല്ല ബ്രോ, ഞാൻ പറഞ്ഞ കേൾക്കാം. ഞാൻ പറഞ്ഞ കേട്ടോ ബ്രോ. ഇത് ഭയങ്കര ശോകോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് രീതിയിലാണെങ്കിലും ഇവിടെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാരും പീഡിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഒക്കെ കൊടുത്താണ് നിൽക്കുന്നത്. ഇവന്മാർക്ക് ഈഗോ തലക്ക് പിടിച്ച് മറ്റേ അങ്ങേയറ്റം കയറിയിരിക്കുക.
ഇവർ സിറ്റിസന്റെ അടുത്ത് അതുള്ളതാണ്. behave ചെയ്യേണ്ട അതോ, രീതിയിലല്ല. അതാണ്. അവരുടെ POV ചെക്ക് ചെയ്തിട്ട് എന്താ ഈഗോ തലക്ക് പിടിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ വീട്. സിറ്റിസന്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ട രീതിയിലല്ല ബിഹേവ് ചെയ്യണേ. അതാണ് ഓക്കേ, പ്രശ്നം. അവരുടെ അതുകൊണ്ടാണ് സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ആക്ഷൻ നമ്മള് നിങ്ങൾക്ക് സസ്പെൻഷൻ ടെമ്പററി സസ്പെൻഷൻ ഇട്ടതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ ആ മറ്റേ ലിഫ്റ്റ് അതിനകത്ത് കയറിയിട്ട് ഓഫീസിനകത്ത് അതിന്റെ മുകളിൽ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടികൊണ്ട് നിൽക്കാൻ പറ്റും. അതിന്റെ മോളിൽ കയറി അവിടെ അടിക്കാൻ പാടില്ലെങ്കിൽ ഞങ്ങളെ അടിക്കാൻ പാടില്ല. അതിന്റെ മോളിൽ നിന്ന് അതിന്റെ മോളിൽ ഞങ്ങളെ കയറിയിട്ട് അതിന്റെ മോളിൽ ഞങ്ങളെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെന്താ ഓപ്ഷൻ? ഒന്ന് വെയിറ്റ് ഇവിടുത്തെ അവന്മാർക്ക് സംസാരിക്കാൻ പോയിട്ട് ഒന്നിനും അവന്മാർക്ക് താല്പര്യമില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ജയിക്കണം എന്നുള്ള ഈഗോ കാരണമാണ് ഇത് ഇങ്ങനെ ആവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, അല്ലാതെ വേറെ ഒന്നും പറയില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടിനും തോക്കും പൊക്കി വരും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? அடிச்சிட்டாங்கன்னு சொல்லி சொன்னாங்க. யார் அடிச்சாங்களோ அவங்கள போய் தொலைச்சு நசுக்கி எரிச்சு. ചന്ദ്രു ലിഫ്റ്റ് കയറി വന്നപ്പോ ഞാൻ കാഴ്ചയുണ്ട്. ലിഫ്റ്റ് കയറിയപ്പോ ഞാൻ ചാരിയിരിക്കുന്നു നോക്കിയപ്പോ നമ്മളൊന്ന് എത്ര അണ്ണാ എന്താണ് ഇപ്പൊ സീൻ? എന്താണ് അവന്മാർക്ക്? എനിക്കൊന്നും ഓർമ്മയില്ല അണ്ണാ. അല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ സത്യം പറയട്ടെ, ഇവിടെ വന്നു, നിന്നെ കൊണ്ടുപോയിന്ന് പറഞ്ഞു, അടിച്ചു. ആരാന്ന് പോലും നോക്കിയില്ല, അടിച്ചു, കഴിഞ്ഞു. ഇപ്പൊ പറയണം സസ്പെൻഷൻ. അതാണ് എന്താ പറയാ, ഗ്യാങ് സസ്പെൻഷൻ ആണോ? ഗ്യാങ് സസ്പെൻഷൻ ഒന്നുമില്ല. എടാ ഞാൻ പറയട്ടെ, സിറ്റുവേഷൻ ഉണ്ടാകുന്നവന്മാര് നിങ്ങൾ ടിക്കറ്റ് വലിക്കണം കേട്ടാ. അവന്മാര് ടിക്കറ്റ് വലിച്ചിട്ടുണ്ട്. ടിക്കറ്റ് വലിച്ചിട്ട് 2 POയും വെരിഫൈ ചെയ്തതിനു ശേഷം നാളെ ഡിസിഷൻ പറയാന്ന് പറഞ്ഞ് തൽക്കാലം ഗ്യാങ് ഹൗസ് ഒക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞേ. ലിഫ്റ്റ് തുറന്ന് ഒരു കൂട്ടം ആൾക്കാർ അത് എന്റെ POവിൽ നിന്ന് കാണുന്നത്. ചന്ദ്ര, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഓരോരോ ബിൽഡിംഗ് ക്ലിയർ ചെയ്ത് വരുമായിരുന്നു. ലാസ്റ്റ് ബിൽഡിംഗിൽ ഒരുത്തം നോക്കിയപ്പോ നിന്റെ ബിൽഡിംഗിലിരുന്ന് ഞങ്ങളെ താഴോട്ടിരുന്ന് കഷത്തിലിട്ട് ചൊറിയുന്ന പോലെ ദൂരത്ത് 3 വെടി വെക്കുന്നു. ഞങ്ങൾ അപ്പുറത്ത് 4 ബിൽഡിംഗ് അപ്പുറത്തുനിന്ന് ഓടിച്ചാടി വന്ന് ലിഫ്റ്റ് കയറി വന്ന് ഒരു ലിഫ്റ്റിൽ 6 പേരായിട്ട് അങ്ങ് ഒരു മേളിൽ പോയി. ഞാൻ അപ്പൊ താഴെ ക്യൂ ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ലിഫ്റ്റ് കയറി വന്നപ്പോഴത്തേക്കും നിന്നെയും കൊന്ന് അവനെയും കൊന്ന്. എന്റെ കൂടെ വരാഞ്ഞത് ഞാൻ ബാക്കിൽ നിന്ന് കയറിട്ട് അവനെ കൊന്നപ്പോ ഞാൻ മാസ് അടിക്കാൻ വാ തുറക്കാൻ വന്നത് എന്റെ വായോട് അടിച്ചങ്ങ് ചവറിൽ വെച്ച്. എത്ര വിവരമുണ്ടോ ഈ ചന്ദ്ര? ഞാൻ വേറെ കോമൺ ആയിട്ട് പറയാം ചന്ദ്ര. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ കുറെ കഴിവില്ലാത്ത കുണ്ണകളുണ്ട്, മനസ്സിലായേ? എവിടെ പോയാലും തല്ല് മേടിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവന്മാര്. അവന്മാരുള്ളിടത്തോളം കാലം നീ ഇവന്മാരൊന്നുമായിട്ട് സംസാരിക്കാൻ പോലും പോകരുത്, മനസ്സിലായി? ഇവന്മാര് ജനിച്ചപ്പോഴേ ഇവന്മാരുടെ നെറ്റിയിൽ ദൈവം അടിച്ചു കൊടുത്ത തല്ലുള്ളിന്ന്. അതിനി എവിടെ പോയാലും മാറില്ല. ഇപ്പൊ പേര് എക്സാമ്പിൾ പേര് ഇപ്പൊ MRC നിട്ടാലോ, അത് കഴിഞ്ഞിട്ട് RX100 നിട്ടാലോ, അല്ലെങ്കിൽ അതിന്റെ PD നിട്ടാലോ, എന്നിട്ടാലും തല്ല് മേടിക്കും, മനസ്സിലായി? അങ്ങനത്തെ അവന്മാരാണ് അത്. തലയിൽ അച്ചുണ്ടാവുമാർക്ക്. അപ്പൊ ഇവന്മാരുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അളിയാ വേറെന്തേലും ചെയ്യുന്നതാണ്, മനസ്സിലായ? ഇവന്മാരുടെ അടുത്തൊന്നും ഒരിക്കലും ഇവന്മാർക്ക് ജയിക്കാൻ ഇവന്മാര് സമ്മതിക്കൂല. സമ്മതിക്കൂല. നല്ലവരുണ്ട്, ചില ക്രിമികൾ കയറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ഒരു സിറ്റുവേഷന് ശേഷം ഈഗിള് കുറെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി TVയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന അസെൻസിയോ അതുപോലെ തന്നെ ഷെയ്ക്കിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ആർക്കാടാ ഗ്യാങ് ആവാത്ത വാണങ്ങളെ പറഞ്ഞപ്പോ പൊള്ളിയത്? ഇവിടെ വലിയ പ്രശ്നമാണ്. അല്ല, നിനക്ക് പൊള്ളിയോടാ കണ്ടെത്തിയിട്ടങ്ങളെ തല്ലുകൊള്ളികളെ പേര് മാറി മാറി ഇട്ടിട്ടും തല്ലുകൊള്ളുന്ന നിനക്കൊക്കെ പൊള്ളിയോ? പൊള്ളിയെങ്കിൽ നീ കേസൊക്കെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞോ? സോൾവ് ആയോ? അയ്യോ, ചോദ്യം ചെയ്യാൻ വന്നേക്കുന്ന അണ്ണന്മാര്. എടാ കൊച്ചുമുണ്ടേ, 2 മണിയായി, പോടാ സ്കൂളിൽ പോടാ നാളെ. അവൻ വന്നേക്കെന്ന് ചോദിച്ചോ? നിന്നെയൊക്കെ മെൻഷൻ ചെയ്ത ഉടനെ ചോദ്യം ചെയ്യാൻ നീയൊക്കെ വീട്ടിൽ വരുവോ? അയ്യോ, അത് കാണണമല്ലോ ഒന്ന്. ഗെയിമിനകത്ത് നിന്നെയൊക്കെ ഇനിയും പറയവിടെ തല്ലുകൊള്ളുകളെ. നീയൊക്കെ ആരാ? നീയൊക്കെ ചോദിച്ചോ? പറഞ്ഞ ചോദിക്കാൻ വീട്ടിൽ വരുവോ? എന്തേലും പറഞ്ഞോണ്ടല്ലോ നമ്മളെ എന്തിനാ ഡ്രാഗ് ചെയ്തെന്ന് പറഞ്ഞ് മറ്റേ കൊച്ചു ഗുണ്ടകളെ വിടും. കൊച്ചു ഗുണ്ടകൾ 5ാം ക്ലാസ്സിലെ ഗുണ്ടകൾ. പോടാ ഗുണ്ടകളെ, പോയി കിടന്നുറങ്ങ്. നീയൊക്കെ ഇനി അകത്ത് ഉണ്ടേലും ഇല്ലേലും ഒരു കുഴപ്പമില്ല. തല്ലുകൊള്ളുകളല്ലാതെ നിന്നെയൊക്കെ സുമേഷ് നായർ എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്ക്?
മറ്റേ അമ്പിക്കുണ്ണ ലൈവിൽ വന്നിരുന്ന് പറയണ കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന വാണം പറയാതിരിക്കാൻ വയ്യ. ഉണ്ടായിരുന്നല്ലോ. എത്ര ഉണ്ടായിരുന്നു? എടാ എത്ര പേരുണ്ടേലും ഇല്ലേലും അളിയ അന്നേരം സിറ്റുവേഷനിൽ അമ്മാര് അന്നേരം പറഞ്ഞ RSL7 ഒരാളുണ്ടെന്ന് അതിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞ എന്താ പറഞ്ഞെന്ന് പറഞ്ഞ ഉടനെ അമ്മാരെ മൂക്കിക്കേറ്റി വലിച്ചു കയറ്റും. ഉമ്മാരുടെ പേര് പറഞ്ഞ എന്ത് കോപ്പിറൈറ്റ് ഉള്ള പേര് RX നടന്ന് പറഞ്ഞ ഇമാരെ മൂക്കിക്കേറ്റി വലിച്ചു കയറ്റുമോ? ഇമാരെ പേടിക്കണോ നമ്മള്? ഒക്കെ കോ ലീഡറിനെയും കൊണ്ട് ഒമ്പിച്ചാലും കേറാത്ത ടീംമേറ്റ്സും മറ്റേ അതും ഇതുമാണ് നിനക്കൊക്കെ. ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ട് പോലും ഗ്രൈൻഡ് ചെയ്ത് സിറ്റിയിൽ സ്ലോട്ട് മേടിക്കാൻ കഴിവില്ലാത്ത നീയൊന്നും നമ്മളെ കമ്പയർ ചെയ്യല്ലേ. ഇനി രാത്രി 2 മണിയാണേലും 3 മണിയാണേലും കൂട്ടത്തിലൊരുത്തിനെ കൊണ്ടുപോയാൽ ഇത്രയും പേര് ഇങ്ങനെ വന്ന് നിൽക്കും. അതാണ് ക്വാളിറ്റി, മനസ്സിലായ? അല്ലാതെ നിന്റെ ഒന്നും കൂട്ട് ഗ്യാങ് ആവാൻ പോലും വരാൻ മടിച്ചിട്ട് മറ്റേ മാങ്ങ പറിക്കാനും അണ്ടിക്കെറിയാനും പോകുന്നവന്മാരല്ല ടിവിയെ. അതൊന്നും വെച്ച് കമ്പയർ ചെയ്യല്ലേ ദയവ് ചെയ്ത്. അതാദ്യം മനസ്സിലാക്ക്. അതായത് നീയൊക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഡാനിയൽ തോമാച്ചൻ ആര് കമ്പയർ ചെയ്ത് ബ്രോ കണ്ട കുണ്ണ സിറ്റുവേഷൻ ടൈമിൽ RSL7 പറയുന്നത് എന്തിനാണ്? അല്ല പറഞ്ഞ നീ എന്ത് ചെയ്യടാ ഡാനിയൽ പുണ്ടച്ചുവനെ? നീ മറ്റേ അമ്പിക്കുണ്ണയുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നെ? നീ എന്നെ എന്ത് ചെയ്യും? നാട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് മാസ് അടിച്ചിട്ട് വൈകുന്നേരം രാവിലെ വെളുപ്പിനെ 3 മണിയാകുമ്പോ എന്നെ കോൾ വിളിച്ച് ഇറക്കുന്ന അമ്പിയുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അല്ല നീ എന്ത് ചെയ്യും? അതെന്റെ ചോദ്യം. നീ എന്ത് ചെയ്യടാ ഡാനിയലെ എന്താണ് നിന്റെ ചോദ്യം? അതാണ്. എന്നെയും ബ്രാവോയൊക്കെ വോയിസ് കോളിൽ ആഡ് ചെയ്ത് 1.5 മണിക്കൂർ അയ്യോ ഞാൻ അബദ്ധത്തിൽ എടുത്തു പോയതാണ്. ഞങ്ങളോടൊരു അമ്പി പറയുവാണേ ഗൈസ്, ജസ്റ്റ് കേട്ടോണേ. ഞങ്ങളോടൊരു അമ്പി പറയുവാ, ഒരു ലോകോത്തര അമ്പി 916 മുദ്ര തലയിൽ അടുപ്പിച്ച ഒരു അമ്പി പറയുവാ, അയ്യോ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. എൻ്റെ ഒരു മാൻഡ്രേക്ക് ഇരിപ്പുണ്ട്. T47 എടുത്ത ഒരു 14 പ്ലെയർ മാൻഡ്രേക്ക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, 10 പേര്. നിങ്ങൾ അവരെ തിരിച്ചെടുക്കുമോന്ന് എന്നോട് ചോദിക്കുക. A ക്ലാസ് അമ്പിപ്പട്ടി എന്നോട് ചോദിക്കുക, നിങ്ങൾ തിരിച്ചെടുക്കാവോ, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാവോ പ്ലീസ്, കഷ്ടമുണ്ട്, ഞങ്ങളൊരു 10 പേരെ T47 വിളിച്ചിറക്കി, അവരെ ഒന്ന് തിരിച്ചെടുക്കുമോന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, സന്തോഷത്തോടെ കൊടുത്ത ഒരു ഞങ്ങളുടെ അകത്തുനിന്ന് സന്തോഷത്തോടെ കൊടുത്ത ഒരു ഏപ്പരാച്ചിയാണ് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ ഒരു താല്പര്യമില്ല. വേറൊരു കാര്യം, ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരു പുണ്ടച്ചുമോൻ നേരെ അവിടെ ചെന്നിട്ട് പറയുവാ ഇവന്മാരെ ഈസി ആയിട്ട് അടിക്കാടാ, ഇവന്മാര് മറ്റേ വാണങ്ങളാ, ഫെയിം പോവോന്നുള്ള പേടിയാണെന്ന്. TV-ക്കകത്ത് കയറിയ പുണ്ടച്ചുമോൻ പറയുവാ. TV-ക്കകത്ത് നമ്മള് അസൻസിയോ ആ പുണ്ടച്ചുമോൻ പറയുവാ അവിടെ പോയിട്ട്. അവിടെ ഞാൻ റാവാൻ കൂടെ കോള് വിളിച്ചിട്ട് അവനെ വിളിച്ച് ചോദിച്ചു, എടാ ഇത് സത്യമാണോ എന്ന്. അന്നേരം പറയുവാ ഞാൻ അത് പറഞ്ഞ് അത് സത്യമാണെന്ന്. നമുക്ക് ഫെയിം പോവോന്നുള്ള പേടിയാന്ന് അളിയാ, നമുക്ക് ഫെയിം പോവോന്നുള്ള പേടിയാണ്, അതുകൊണ്ട് കുത്താൻ പേടിയാന്ന്. കണ്ടി ഈ കണ്ടി അളിയാ, ഇത് ഇവനെ പുറത്താക്കിയ ദിവസം തന്നെ ഞാൻ അറിഞ്ഞ കാര്യമാ. ഇത്രയും ദിവസം പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. ആ കണ്ടി അവിടെ പോയിട്ട് പറയുവാ, എടാ ഈ കുണ്ണാളെ ഈസിയായിട്ട് അടിക്കാം, ഇവന്മാരെ ഈസിയായിട്ട് അടിക്കാം, ഇവന്മാർക്ക് ഫെയിം പോവോന്നുള്ള പേടിയാണ്, ഇവന്മാർക്ക് കുത്താൻ പേടിയാണെന്ന്. എന്നിട്ടാണ് നമ്മുടെ കൂട്ടത്തിലെ പ്ലേയേഴ്സിനെ വലിക്കാനുള്ള പരിപാടിയും മറ്റേ ബാക്കിയുള്ള അതും ഇതും എല്ലാം ഇവിടുന്ന് നോക്കിയത്. ബാക്കി ഓക്സിയുടെ അടുത്തും ഇവരുടെ അടുത്തും ഒക്കെ കഴിഞ്ഞ രായനും ഓക്സിക്കും ഇവർക്കും എല്ലാം അറിയാം ഇവിടുത്തെ പ്ലേയേഴ്സിനെ വലിക്കാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ചെയ്തതെന്ന്. എടാ നിന്റെ അത്രയൊന്നും അതപ്പതിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ലടാ. ആദ്യം നീ മനസ്സിലാക്ക്, നീയൊക്കെ ഒരു KV പോലത്തെ ഗ്യാങ്ങിൽ നിന്ന് 4-5 പേരെ വലിച്ചിറക്കിയിട്ട് TV-യുടെ ഇത് എൻ്റെ വോയിസ് റെക്കോർഡുണ്ട്. നിന്റെ അമ്പി ഇതില്ലെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറത്തെ ഓഡിയോ ഞാൻ യൂട്യൂബിൽ വന്ന് പ്ലേ ചെയ്യും. നിന്റെ അമ്പിക്കുണ്ണയുണ്ടല്ലോ, അവൻ നാളെ വന്ന് ഇത് സമ്മതിച്ചില്ലെങ്കിൽ, ഇത് തിരിച്ചെടുക്കാന്ന് പറഞ്ഞ് സമ്മതിച്ചില്ലെങ്കിൽ ആദ്യം ഞാൻ ഇവിടെ ഇരുന്ന് പ്ലേ ചെയ്യും. മനസ്സിലായ? നിന്റെയൊക്കെ ഒരു ഗ്യാങ്, നീയൊക്കെ വലിയ മഹിമ പറയണ ഗ്യാങ്. എടാ ഒരു കണ്ടിയാ അത് ഒരു കണ്ടി, ഒരു കൂട്ടം കണ്ടികൾ ചേർന്നത്, മനസ്സിലായ? എന്നിട്ട് നീയൊക്കെ നിങ്ങൾ ഈ ലൈവ് വരുമ്പോ കേൾക്കുന്നത് മാത്രം ഇരുന്ന് മാസാക്കല്ലേ ഗൈസ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവനൊരു A ക്ലാസ് കണ്ടിയാ, പറയാതിരിക്കാൻ വയ്യ. എടാ വിഷയം മാസീനാ. എടാ നിന്റെ അമ്പിക്കുണ്ണേക്കാളും അണ്ടിക്ക് ഉറപ്പുള്ള ആൺചർക്കനാടാ ഞാൻ. ലൈവിലിരുന്ന് മെസ്സ് പറഞ്ഞിട്ട് ഓഫ്ലൈനിൽ പോയി ചൂപ്പി കൊടുക്കത്തില്ല. അതെങ്കിലും ഞാൻ ചെയ്യത്തില്ല. മനസ്സിലായ? അത് ഞാൻ ചെയ്യത്തില്ല. അത് നിന്റെ അമ്പി ചെയ്യും. അത് വൈകുന്നേരം ആവുമ്പോ വരും ചൂപ്പാൻ. വരും. ഇങ്ങനെ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
ആ ഇതാ എന്നെ വിളിക്കുന്നു, കോള് വിളിക്കുന്നു, ഒരു മിനിറ്റ് ഇപ്പൊ തന്നെ പറ. ഇപ്പൊ തന്നെ പറയാം. നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഹലോ? നമ്മളെ പേരെടുത്ത് ഡ്രാഗ് ചെയ്യണേ. ഇതാ ഞാൻ ലൈവിൽ സംസാരിച്ചോണ്ടിരിക്കണ ശരിക്കും എന്ത് പറ്റി? സ്പീക്കറില. അല്ല എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയല്ല. നീക്ക് എനിക്ക് ഇതിൽ കൂടുതൽ വേറെ ഒരു അണ്ടിയും പറയല്ല, മനസ്സിലായ? കോൺട്രവേഴ്സി ആക്കുന്നൊന്നുമല്ല ഗൈസ്, കോൺട്രവേഴ്സി ആക്കുന്നൊന്നുമല്ല. ഇവന്മാർക്ക് ഒരു വിചാരമുണ്ട്, ഈ മറ്റേ RX സെന്ററിനകത്ത് കൊച്ചു കുട്ടികൾക്ക് ഇവന്മാരെന്തോ വലിയ സംഭവമാണ്, എന്തോ മറ്റേ വലിയ സാധനമാണെന്ന് മറ്റേ ഇതെന്നുള്ള രീതിയിൽ മറ്റേ കോൺട്രവേഴ്സി ചില്ലർ താളമല്ല ഇവന്റെയൊക്കെ. കഴിഞ്ഞ ദിവസം ഇരുന്ന് പറഞ്ഞ കേട്ട് സെർവറിൽ മറ്റേ എന്തോ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. എടാ നീയൊക്കെ സെർവറിൽ കളിച്ചില്ലെങ്കിലും ഒരു അണ്ടിയില്ല. പോയാ നീയൊക്കെ പോയി. ആർക്ക് പോയി? നിന്റെ കൂട്ടത്തിൽ ഒരു 30 അണ്ടികൾ സെർവറിൽ നിന്ന് ഇറങ്ങുന്നതല്ലാതെ ഈ സെർവറിന്റെ രോമത്തെ പോലും ബാധിക്കൂല. നീയൊക്കെ ആരാണ് നിന്റെ വിചാരം? 25 ലക്ഷം രൂപയ്ക്ക് നീ സെർവർ മുമ്പ് വന്നു. എന്ത് മുമ്പാൻ? ഗ്യാങ് ഹൗസ് നാട്ടുകാരുടെ നിന്ന് പിരിവിട്ടാ പണിതത്. പിന്നല്ലേ 25 ലക്ഷം രൂപയുടെ സെർവർ. സെർവർ പണിഞ്ഞാല് മാനേജ്മെന്റ് ഭയങ്കര പാടാ ബ്രോ. അളിയ സെർവർ ഒന്നും പണിയാൻ പോണില്ല അളിയ. എക്സ്ലാൻഡിസ് പോലെ സെർവർ ഒന്നും പണിയാൻ പറ്റൂല അളിയ. ഇവനെ കൊണ്ടൊന്നും പബ്ലിക്കിൽ വെല്ലുവിളിക്കുക ഞാൻ. എക്സ്ലാൻഡിസ് പോലത്തെ സെർവർ ഒന്നും ഈ വാണങ്ങളെ കൊണ്ട് പോയിട്ട് ഇവന്റെ അപ്പന്മാര് വന്നാൽ പോലും നടക്കൂല പണിയാൻ. പിന്നല്ലേ ഇവൻ പണിയുന്നത്. നിങ്ങൾക്ക് മനസ്സിലൊരു വിചാരമുണ്ട് നീയൊക്കെ എന്തെങ്കിലും ആയ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ, വന്നതിന്റെ അന്ന് ഒരു തല്ലുകൊണ്ട് നിങ്ങൾ ഈ പറയണ നിങ്ങൾക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അപ്പായത്. നീയൊക്കെ എപ്പോഴും അപ്പായത്. ഒരുമിച്ച് വന്നിരുന്ന് പറഞ്ഞവന്മാർ ഇപ്പൊ 2 ചേരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളക്കി വിളിക്കണം. നീയൊക്കെയാണോ മറ്റേ ഇതായെന്ന് പറഞ്ഞേ? ഇപ്പൊ RCZന്റെ ലൈവ് ഒന്നും അല്ലല്ലോ, ടിവിയുടെ ലൈവ് അല്ലേ. നീ എന്തിനാ എല്ലാ സൈക്കിളും നമ്മുടെ പ്ലേയേഴ്സിന്റെ പേഴ്സണൽ ലൈഫ്, റേസിസം, ബോഡി ഷേമിംഗ് ആണ് ചാറ്റിൽ. എന്നിട്ട് ആ സ്ട്രീമേഴ്സിനെ പോലും മോശമായി നിർത്താൻ പറയണില്ല. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. എടാ ഇവന്മാരുടെ ചരിത്രം ഞാൻ പറയാൻ തുടങ്ങിയ ഇവിടെ ഇറ്റാച്ചി, രായന്, ഓക്സി, ബാക്കി അടക്കം എല്ലാവർക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. മിണ്ടാതിരിക്കുന്നത് നിന്റെയൊക്കെ നല്ലതിനാ. ഇപ്പോഴും ഞാൻ പറയുക. പിന്നെ നീയൊക്കെ എക്സ്ട്രീം വെറുപ്പിച്ചിട്ട് ഈ സെർവറിൽ കളിക്കത്തില്ല. എടാ നീക്കൊക്കെ അത്രയ്ക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ വേറെ സെർവർ പോടാ. എന്തിനാണ് നക്കി നിൽക്കുന്നേ? നീയൊക്കെ വേറെ സെർവറിൽ പോയി കളിയടാ. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറെ സത്യങ്ങളുണ്ട്, വെറുതെ പറയാത്തതാ. അത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിയവരടക്കം കുറെ പേർക്ക് അത് ഹേറ്റ് കിട്ടും. അതുകൊണ്ട് ആ വാ പൊത്തി ഇത്രയും നാളായിട്ട് മിണ്ടായിരിക്കുന്നത്. ദയവ് ചെയ്ത് അത് പറയിക്കരുത്. TV എന്ന് അസൻസിയെ ഇറക്കിയതും അതുപോലെ KV എന്ന് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ഇറക്കിയതും എല്ലാം ഫ്ലഫിയും ദിഗോഡ് ഇവരെല്ലാം ചേർന്നാണ് സംസാരിച്ച്, ദാമുനെ വിളിച്ച് സംസാരിച്ച്, കളി നിർത്തിപ്പോയവനെ വിളിച്ച് സംസാരിച്ച് എല്ലാം ഇതാക്കിയിട്ട് അവനാണ് ഇവരെ എല്ലാം ഇറക്കിയത്. ഇറക്കി കഴിഞ്ഞപ്പം ഷെയ്ക്കിനോട് ചെന്നിട്ട് ഈ ഇറങ്ങിയ ആൾക്കാർ പറഞ്ഞ ഡിമാൻഡ് എന്തോന്ന് അറിയോ നിങ്ങൾക്ക്? ഇറങ്ങിയ ആൾക്കാർ പറഞ്ഞ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 10 സ്ലോട്ടും T47 10 സ്ലോട്ടും പ്ലസ് ദാമുവിന് കോലീഡർ എങ്കിലും മാത്രമേ അവർ കളിക്കുള്ളൂ. അപ്പൊ ഈ അമ്പി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞ് ഓക്കെ നമുക്ക് സെറ്റാക്കി തരാം. എന്നിട്ട് ഞാൻ ലൈവിൽ അവരാധിച്ചപ്പോഴത്തേക്കിന് ഇത് മാറ്റി. ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം ബ്രാവോയെ വിളിച്ചപ്പോൾ ബ്രാവോ രാത്രിയിൽ എന്നെ കോളിൽ ആഡ് ചെയ്ത് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോളിൽ ആഡ് ചെയ്തപ്പോഴും ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. എനിക്ക് അന്നും ഇന്നും പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവനെ എടുത്ത ഊമ്പി എന്നുള്ളൊരു കാര്യം ഞാൻ അന്നും ഇന്നും ഇത് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും എനിക്ക് ഒരു പ്രശ്നമില്ല, എടുക്കുന്നതിൻ്റെ അന്ന് ഞാൻ ഇവരെ ഹോസ്റ്റൽ എടുക്കും, അതിലൊന്നും വിചാരിക്കരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു ഇതാക്കി ഞാനന്ന് ഫോൺ വെച്ചു. അന്നേരം ഫോൺ വെക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് പുള്ളി പറയുക, നമ്മൾ എടുത്തും പോയി നമുക്ക് ഇവന്മാരെ വേണ്ടതാനും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ വോയിസ് റെക്കോർഡുണ്ട്. ഇപ്പോഴും ഞാൻ പറയുവാണ്, എൻ്റെ കയ്യിൽ ഇതിൻ്റെ വോയിസ് റെക്കോർഡുണ്ട്. കണ്ണാ എൻ്റെ മറ്റേ ഫോണിൽ എടുത്തു വന്നേ. എന്റെ ഇതിന്റെ വോയിസ് റെക്കോർഡ് ഉണ്ട്. എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾ ഇവന്മാരെ എടുത്തും പോയി ഗതി കേട്ടിട്ട് എനിക്കിനി ഒന്നും വയ്യ, എനിക്കിനി ഇവന്മാരെ വേണ്ട, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുക. KVയിൽ പറഞ്ഞിട്ട് ഇവന്മാരെ 4 പേരെ തിരിച്ചെടുക്കാവോന്ന്. എടാ നിന്റെയൊക്കെ പോലത്തെ മറ്റേ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ലോകത്തിലെ ഏത് കണ്ടിയും കൊണ്ട് കളിപ്പിക്കുന്ന ഗ്യാങ് അല്ല നമ്മുടെ, മനസ്സിലായ? നീയൊക്കെ വിളിച്ചോണ്ട് പോയിട്ട്
തുപ്പിത്തരുമ്പോ അവനെ കൊണ്ടുവന്ന് ഇതിനകത്ത് കളിപ്പിക്കേണ്ട ഗതികേടൊന്നും ടി വിയേക്കില്ല. മനസ്സിലായ? ടി വിയേക്കും ഇല്ല, കെ വിയേക്കും ഇല്ല. എന്റെ അടുത്ത് പറയുക ഞാൻ പറയുവാണ്, നിങ്ങൾ ദയവ് ഇത് തിരിച്ചെടുക്കുമോന്ന്. ഇവ വിളിച്ചോണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോ എന്റെ പെമ്പർ നോത്തിയല്ലേ അവൻ പറയണ ഞാൻ കേക്കാൻ. ഓക്സി പി സി ആയിട്ട് ഈഗിൾ ഗെയിമിംഗ് എന്താ പറഞ്ഞടാ? അതും പറഞ്ഞു. അതായത് ഫ്ലഫി മറ്റേ ഇവൻ ഓക്സി ടിവിയെ കയറിയ ടൈമില് ഫ്ലഫി അതായത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ആ പി സിയുടെ കൂറെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞോണ്ട് മറ്റേ പി സിയുടെ കണക്ക് പറഞ്ഞു. ഫ്ലഫി, നിന്റെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. നീ MRC കയറുന്നതിന്റെ തലേദിവസം പോലും കണക്ക് പറയാനാണെങ്കിൽ കുറെ കണക്ക് പറയാനുണ്ട് ഫ്ലഫി. അതുകൊണ്ട് നീ അത് ആലോചിച്ച് വേണം സംസാരിക്കാൻ. നീ MRC കയറുന്നതിന് തലേദിവസം എന്റെ വീട്ടിലുണ്ടായിരുന്നവനാണെന്ന് നീ ആലോചിച്ച് വേണം. മനസ്സിലായ? നീ മറ്റേ ഇതിന്റെ കണക്ക് നീ എന്ത് അണ്ടി ചെയ്തടാ ഓക്സിക്ക് വേണ്ടി? നീ എന്ത് അണ്ടി ചെയ്ത്? നിനക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ട് പി സിയുടെ നന്ദിയൊക്കെ പറയാൻ? ഈ കണക്ക് പറച്ചിലുണ്ടല്ലോ, ഈ കണക്ക് ഒരുമാതിരി ഊമ്പിയവന്റെ ഒരു സംസാരമുണ്ട്. അന്ന് ഞാൻ ഇറ്റാച്ച് എറിഞ്ഞ് ഇട്ടതാണ്, മനസ്സിലായോ? ഒരുമാതിരി ഊമ്പിയ വർത്താനം ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി. ഞാനേ ഫ്ലഫി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. നിന്റെ അണ്ണന് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഓക്സിയുടെ പി സി തിരിച്ചെടുക്കുന്നതിന്റെ ദിവസം അവന്റെ കയ്യിൽ വേറൊരു പി സി ഉണ്ടാവും. ഇത് എന്റെ വാക്കാ. ഇപ്പോഴും ഞാൻ പറയാം, നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെയൊക്കെ കൂട്ടത്തുള്ളവന്മാർക്ക് അത്രയ്ക്ക് കണക്ക് പറയാനുണ്ടെങ്കിൽ നാളെ എടുത്തോണ്ട് പോകണം ആ പി സി അവന്റെ വീട്ടിൽ നിന്ന്. പക്ഷെ നാളെ തന്നെ അവൻ ലൈവ് വിടും. നിനക്ക് കാണണോ? നിനക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടേ നാളെ അവൻ നീ എടുത്തോണ്ട് പോണ ദിവസം അവനൊരു പി സി കിട്ടിയില്ലെങ്കിൽ എന്റെ സാമാനം വെട്ടി ഞാൻ കടലെറിയും. നിനക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമെങ്കിൽ. അവന്റെ വർത്താനം കണക്ക് പറച്ചിലൊക്കെ കയ്യിൽ വെച്ചാൽ മതി ബ്രോ. അങ്ങനെയാണെങ്കിൽ നിന്റെയൊക്കെ കൂട്ടത്തിൽ എനിക്ക് പറയാൻ കുറെ കണക്കുണ്ട് നിന്റെയൊക്കെ കൂട്ടത്തില്. പപ്പടത്തിന്റെ പി സി ആരെ മേടിച്ചു കൊടുത്തെന്ന് ചോദിച്ചു നോക്കിയടാ. നീ ചോദിച്ചു നോക്കിയ ഓരോരുത്തന്മാരുടെ അടുത്ത്. അങ്ങനെ പറയാനോ? എനിക്ക് ഒരുപാട് കണക്കുണ്ട്. എനിക്കിതൊന്നും നിന്റെയൊക്കെ കൂടെ മറ്റേ എച്ചിത്തരം പറയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. മനസ്സിലായ? അവന്റെയൊക്കെ പി സിയുടെ കണക്കും പറഞ്ഞോണ്ട് നമ്മുടെ അടുത്തോട്ട് വരണ. എടാ ഓക്സി ഉണ്ടോടാ ഇവിടെ? ഓക്സിയെ വിളിച്ചിട്ട് ആ പി സി കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ. നാളെ അവന്റെ വീട്ടിൽ വിടുന്ന ഒരു പി സി കൊണ്ട് കൊടുക്കാൻ പറ. പി സി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ബൈ ഗൈസ്.